എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോയും അതുപോലെ തന്നെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇൻഡസ് വാലിയുടെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 2 പാത്രങ്ങളാണ്. നമ്മളിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പോൾ നാട്ടിൽ വെച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഒരു നൈസായിട്ട് ഒരു പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ 2 പാത്രങ്ങൾ വന്നിട്ടുള്ളത്. നല്ല സേഫായിട്ടാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഡസ് വാലിയുടെ റിവ്യൂസ് നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്റ്റീൽ പാത്രങ്ങൾ വളരെ നല്ലതാണ്, ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ കൂടുതലും സ്റ്റീൽ പാത്രങ്ങളാണ് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അതെനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പാനും അതുപോലെ തന്നെ ഒരു സ്റ്റീമറുമാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു സ്റ്റീമർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ എനിക്ക് നല്ലത് കിട്ടിയില്ല. അപ്പോൾ ഇത് വന്നിട്ട് 2 തട്ടിൻ്റെ ഒരു സ്റ്റീമറാണ്. 22 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഡയമീറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 3 തട്ടുള്ള സ്റ്റീമറും ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.indusvalley.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് ബിൻസി യൂസ് ചെയ്താലും നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് കവർ ചെയ്തത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റീലും ആണ്. അപ്പോൾ ഇതിപ്പോൾ അഥവാ ഒന്ന് കരിഞ്ഞൊക്കെ പിടിച്ചാലും ഒന്ന് കുതിർത്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീലാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ഞാൻ സ്റ്റീമറും അതുപോലെ ഇഡ്ഡലി തട്ടും ഒക്കെ വാങ്ങിക്കുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ബേസ് ഭാഗം വളഞ്ഞു പോവുകയും അതുപോലെ തന്നെ തുരുമ്പിക്കുകയും വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നല്ല ക്വാളിറ്റി സ്റ്റീലാണ്, ഇൻഡക്ഷൻ ബേസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ഫ്രൈ പാനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രൈ പാൻ നമുക്ക് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക്, അതായത് മെഴുക്ക് വരട്ടാനും തോരനൊക്കെ ഉണ്ടാക്കാനായിട്ടും എന്തിനും മീൻ വറക്കാൻ പോലും നമുക്ക് ഈ ഒരു പാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റീൽ പാൻ യൂസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചൂടാക്കിയിട്ട് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പോലെ തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാനാണ്. അപ്പോൾ നമ്മളിപ്പം ഒരുപാട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാസ്റ്റ് അയണോ അതുപോലെ സ്റ്റീലോ പാത്രങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഓൾറെഡി ഉള്ള നോൺ സ്റ്റിക്കൊക്കെ റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇതും ഒരു പ്ലാസ്റ്റിക് കവറിൽ വന്നിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു വുഡൻ സ്പൂണും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഇൻഡക്ഷൻ ബേസ്ഡ് തന്നെയാണ്. അടി കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് തീ കയറത്തുമില്ല, കരിഞ്ഞു പിടിക്കത്തുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്ത 2 പാത്രങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്കിനി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് 2 യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്കൊരു മെഴുക്ക് വരട്ടി നോക്കാം. പാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊന്നും തളിച്ച് കൊടുക്കുക. അതുപോലെ ഉരുണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് പോവുകയാണെന്നുണ്ടെങ്കിൽ പാൻ കറക്റ്റായിട്ട് ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചതച്ച മുളകും എടുക്കാവുന്നതാണ്. മുളക് പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇനി കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വീട്ടിലുണ്ടായതാണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കോവയ്ക്കയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ഈ കോവയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചെറുതീയിലിട്ട് നമുക്ക് ഈ കോവയ്ക്ക നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം ഡ്രൈ ആക്കി എടുക്കാം. ചെറുതീയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കണം. നിങ്ങളുടെ ആവശ്യാനുസരണം അത് ഡ്രൈ ആക്കി എടുക്കാമെന്നാണ്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റീമർ വെച്ചിട്ട് നമ്മൾ ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വട്ടയപ്പം ആണ് ഉണ്ടാക്കിയത്. വട്ടയിലയിൽ ഉണ്ടാക്കിയ അപ്പമാണ്. അരിയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ അപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമ്മുടെ കൂപ്പൺ കോഡ് ബിൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വ്ളോഗോ ആയിട്ടോ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. Thank you.